നമസ്കാരം. മറ്റൊരു വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അനുമോളും അനീഷും നല്ല മത്സരം കാഴ്ചവെച്ച വ്യക്തിയാണ്. ഈ വ്യക്തികളുടെ പേരിൽ ഇപ്പോൾ ദുബായിൽ നിന്നും ഒരു വാർത്തകൾ വരുന്നു. കുറേ ബ്ലോഗേഴ്സാണെന്ന് തോന്നുന്നു. ഇവർ ചെയ്തത് അനുമോളിനും അനീഷിനും 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ ഫ്രീ, അതോടൊപ്പം തന്നെ ആ ഫ്ലാറ്റ് കാണിച്ചിട്ട് ഇവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനിത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇത് സത്യമുണ്ടോ എന്ന് അനുമോളുമായി ബന്ധപ്പെട്ട ഇവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങളാരും സമീപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അനീഷ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ വാർത്ത ശരിയല്ല, ഈ വാർത്ത കള്ളവാർത്തയാണ് പ്രചരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ കണ്ടുനോക്കാം ഇവർ പറഞ്ഞ വാർത്ത. ഏത് ദുബായിൽ ഫ്ലാറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ വാർത്ത ഒന്ന് കണ്ടുനോക്കും. ബിഗ് ബോസ് സീസൺ 7 വിന്നറായ അനുമോൾക്ക് ദുബായിൽ 10 വർഷത്തെ ഗോൾഡൻ വിസ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതിനെ കൂടെ തന്നെ 4 ബെഡ്റൂമിൽ ഒരു വീടും. അത് ഏതാണെന്നല്ല, നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോയി കണ്ടോക്കി, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ദുബായിൽ ഏതെങ്കിലും ലൊക്കേഷനിലല്ല, ദുബായിലെ ഐലൻഡിലാണ് വരുന്നത്. അതും 30ഓളം റിസോർട്ട്സ് അമ്യൂണിറ്റീസോട് കൂടി. സോ അനുമോക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇതുപോലെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ 2.75 മില്യൺ ദിറംസ് അഥവാ നാട്ടിലെ 6,60,00,000 രൂപ അഥവാ $7,00,000 അത് നിങ്ങൾ ഫുൾ ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 20% ഡൗൺ പേയ്മെന്റ്, മാസം ഓരോ ശതമാനം വെച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. സോ അനുമോളെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു വീടും ഫ്രീ ആയിട്ട് ഗോൾഡൻ വിസ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ താഴെക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്തോ, നമ്മൾ സംസാരിക്കാം. കണ്ടില്ലേ, ഇവരുടെ ഒരു ബിസിനസ് തന്ത്രമായിരിക്കാം, പക്ഷേ ഇവരറിയാതെ ഇവരുടെ പേര് വെച്ച് പറയുന്നത് തെറ്റ് തന്നെയല്ലേ. അത് ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ അനീഷ് ഒരു വീഡിയോ ഇട്ടു, കണ്ടുനോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്കൊരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതാണ് നടക്കുന്നത്. ഇവരൊന്നും അറിയാതെ ഇങ്ങനെ അവർക്ക് ബിസിനസ് കൂട്ടാൻ വേണ്ടി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പോയി ചെയ്തിട്ട് ആ വീടും വില്ലയൊക്കെ കാണിച്ചു തരും, ഫ്ലാറ്റൊക്കെ കാണിച്ചു തരികയാണ്. അത് നിങ്ങൾക്ക് തരാം, 10 വർഷത്തെ ഗോൾഡൻ വിസ ഫ്രീ ആണ്, അതിനോടൊപ്പം തന്നെ ഫ്ലാറ്റ് കൊടുക്കുന്നു, അടുത്ത അതിൻ്റെ എമൗണ്ടൊക്കെ കാണിക്കുന്നു, ഇത് നിങ്ങൾക്കും സ്വന്തമാക്കാം. അത് ഒരു തട്ടിപ്പ് എന്ന നിലയിലേക്ക് തന്നെ നമ്മൾ കാണേണ്ടതായി വരും. കേരളത്തിൽ നിന്നുള്ളവർ ഇത് കാണുമ്പോൾ തട്ടിപ്പ് എന്ന നിലയിൽ തന്നെ കാണേണ്ടതായി വരും. ഇത് എന്തായാലും ശരിയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള മറുപടി വീഡിയോ അനീഷിട്ടോടുകൂടി ആ വാർത്ത പൊളിഞ്ഞിരിക്കുന്നു. ഇത് ചില സാറ്റലൈറ്റ് ചാനലെടുത്ത് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെയാണ് ഇത് ഭയങ്കരമായിട്ട് പ്രചരണം വന്നിരിക്കുന്നത്. കുറേ സോഷ്യൽ മീഡിയ എടുത്ത് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെയാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇത് ചെയ്തത്. അത് തെറ്റായ വാർത്തയാണെന്ന് തെളിയിക്കുന്ന നിലയിലേക്ക് അനീഷ് വീഡിയോ ചെയ്തതോടുകൂടി അത് ഉറപ്പായിരിക്കുന്നു. അനുമോളുമായി ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇത് അവരൊരു സ്ട്രാറ്റജിയാണ്, ഇവരൊരു ബിസിനസ്സിന് വേണ്ടി ഒരു തന്ത്രമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടത്തരുത്. ബിസിനസ് നടത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ പേര് വലിച്ചെഴുക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.